ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു വരുവല്ലേ, അപ്പോൾ അതിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴ പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വിഷുക്കാലം എന്നാൽ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണല്ലോ. ഈ സമയത്ത് ധാരാളം മാമ്പഴം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു മാമ്പഴ പ്രഥമൻ തയ്യാറാക്കി നോക്കിയാലോ. നാവിൽ കൊതിയൂറും മാമ്പഴ പ്രഥമൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ വാ പോകാം വീഡിയോയിലേക്ക്. മാമ്പഴ പ്രഥമനായി 3 കിലോ മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വരിക്ക മാങ്ങ അഥവാ കോട്ടുകോണം വരിക്ക, അത് ട്രിവാൻഡ്രത്ത് കോട്ടുകോണം വരിക്ക എന്ന് പറയുന്ന ഈ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. വേറെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. മാമ്പഴമെല്ലാം അരച്ച് പൾപ്പെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അല്പം തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 1/4 പാൽ കൂടി അല്പം ഒഴിച്ചു കൊടുക്കാം. ശേഷം മാങ്ങയുടെ പൾപ്പിനെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് ചെറുതീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൾപ്പൊക്കെ നല്ല റെഡിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാമ്പഴത്തിനും അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ 1 കിലോ അളവിലാണ് ചേർത്ത് കൊടുത്തത്. അതും നല്ല ശർക്കര ആയതുകൊണ്ട് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 50 ഗ്രാം അളവിൽ ചവ്വരി വേവിച്ച് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമുക്ക് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ എടുത്തു കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴം എല്ലാം വരണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2-3 കൂടി ചേർത്തിട്ട് ഏകദേശം 10 ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രഥമൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും തേങ്ങാപ്പാലാണ് നല്ലത്. മറ്റുള്ള പാലിനെ അപേക്ഷിച്ച് തേങ്ങാപ്പാൽ ആണ് കുറച്ച് രുചി കൂടുതലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ തേങ്ങാപ്പാലിൻ്റെ രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതൊന്ന് അങ്ങനെ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കണേ. നമ്മുടെ പ്രഥമൻ നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുക. അത് 2 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇത് നന്നായിട്ട് കുറുകി സെറ്റായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനി തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിന് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്തിനെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. 2 കൂടെ ചേർത്ത് വഴറ്റി സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രഥമനിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാമ്പഴ പ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. ഒരു രക്ഷയുമില്ലാത്ത രുചിയാണ് ഇതിന്. അത്രയ്ക്ക് പൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വിഷുക്കാലത്ത് മാമ്പഴ പ്രഥമൻ തയ്യാറാക്കി ഒന്ന് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത്. അതുപോലെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും റൂബീസ് കിച്ചൻ്റെ വിഷുദിന ആശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.